ഇന്ന് നമുക്ക് ഒരു സ്റ്റോറേജ് ബോക്സ്, ഇതൊരു സ്റ്റോറേജ് ബോക്സിൻ്റെ പാർട്സുകളാണ്. ഇത് ഫുള്ള് നമ്മൾ 3D പ്രിൻറ്റ് ചെയ്തെടുത്താണ്. ഇത് നമുക്ക് എങ്ങനെ അസംബിൾ ചെയ്തെന്ന് നോക്കാം. അത് തന്നെ നമുക്കിപ്പം സ്റ്റോറേജ് യൂണിറ്റ്സ്, ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ 3D പ്രിൻ്റ് അതിന് ഹെൽപ്ഫുൾ ആണെന്ന് കൂടെ ഇതിൽ നോക്കാം. സോ ഇതാണ് അതിൻ്റെ പാർട്സാണ്, നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാർട്സാണിത്. ഇതൊരു ബേസ് ഉണ്ട്, ഇതൊരു ബേസ് യൂണിറ്റ് ആണ്. ഇത് സൈസ് വരുന്നത് ഏകദേശം ഒരു 120 ആണ് ഇതിൻ്റെ സൈസ് ഇപ്പോൾ ഞാൻ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ബേസ് വരുന്നത്. നമുക്കൊന്ന് അസംബിൾ ചെയ്യാൻ നോക്കാം. സോ ഇതിൽ വരുന്നത് 4 മെയിൻ പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ 4 പോസ്റ്റിൽ ഓരോ 4 സൈഡിലേക്ക് പോകും. പിന്നെ വരുന്നത് ഇതിൻ്റെ സൈഡ് ഫ്രെയിമുകളാണ്, അതായത് സൈഡ് പ്ലെയിനുകളാണ്. 1, 2, നമുക്ക് 3 എണ്ണമാണ് ഒരു സൈഡിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് അറ്റാച്ച് ചെയ്യാം. ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഉൾവശമാണ്. ഓക്കെ, ഇത് എക്സ്റ്റേണൽ ഇത് വെച്ചിട്ട് ഇത് സ്നാപ്പ് ഫിറ്റാണ്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നല്ല എളുപ്പമാണ്, അസംബ്ലിങ് വളരെ എളുപ്പമാണ്. സോ ഇതിന് 3 ഇവിടെ വരുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു ലെഗ് ഇത് വരുമ്പോൾ ഓറിയൻറ്റേഷൻ മാറാതിരിക്കാനായിട്ട് നമുക്ക് ഇത് 2 ഒരേ സൈഡിലേക്ക് വരും. ഇതാണ് മറ്റേ പ്ലേറ്റ് നമ്മുടെ ബേസ് യൂണിറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ഇതിൻ്റെ ചെറിയ ഇതാണ്. അസംബ്ലിങ് വളരെ എളുപ്പമാണ്, കാരണം ഇതെല്ലാം 3D പ്രിൻ്റർ പാർട്സാണ്. ഇതെല്ലാം നമ്മുടെ ബാംബു ലാബിൻ്റെ പ്രിൻ്ററിൽ ചെയ്തെടുത്താണ്. ഒരെണ്ണം ചാടിപ്പി. ഓക്കെ ഓക്കെ ഇതിൻ്റെ അടുത്ത ലെഗ്. ഓക്കെ, ഇത് താഴേക്ക് ഓറിയൻറ്റേഷൻ മാറാതെ ഇതായിട്ട് എടുക്കുക. അതുപോലെ തന്നെ അടുത്തത് വരുന്നതിൻ്റെ വലിയ സൈഡാണ്. അതിനു മുന്നേ നമുക്ക് ഓക്കെ വലിയ സൈഡ് ഇതിലേക്ക് വരുന്നു. ഓറിയൻറ്റേഷൻ മാറി. ഓക്കെ ഓക്കെ ഇതിൻ്റെ ഫിറ്റിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതൊരു സാറ്റിസ്ഫൈങ് ആണ്. ഇത് ഇവിടെയാണ് വരുന്നത്, ഈ ലെഗ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ആവും. നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ഓക്കെ, പിന്നെ ഓക്കെ ഇനി ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. അതുപോലെ മറ്റേ സൈഡ് അപ്പുറത്തെ സൈഡിൽ ജോയിൻ ആവണം. പിന്നെ ചാടിപ്പിക്കും. ഇത് ഫിറ്റിങ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ചെയ്യുന്ന ഓക്കെ 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 നന്നായിട്ടുണ്ട്. നല്ല ഫിറ്റിങ് നല്ല സ്ട്രോങ് ആണ്. ഇനി നമുക്ക് ബേസ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബേസ് ഓക്കെ 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 ഫിറ്റായിട്ടുണ്ട്. ശരി, നമ്മൾ ചേർത്ത ബോക്സാണ്, നമ്മൾ 3D പ്രിൻ്റ് ചെയ്തെടുത്തൊരു ബോക്സാണ്. ഈസി അസംബ്ലി, നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബോക്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു ഡിഫറെൻറ്റ് വേരിയൻ്റാണ് ഇത് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ആക്ച്വലി നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റാക്കബിൾ ആണ്. 2 ബോക്സും സ്റ്റാക്കബിൾ ആണ്. നമുക്ക് ഒന്നിനു മേലെ ഒന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ഓക്കെ ഓക്കെ സോ ഇതാണ്. ഇതിപ്പം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് മടക്കി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാക്കബിൾ ആണ്. ഒന്നിനു മേലെ ഒന്നായിട്ട് ഇത് പോയി ഇരുന്ന് നമുക്ക് ഒരു 4 ബോക്സ് 5 ബോക്സൊക്കെ ലെവലിൽ അറേഞ്ച് ചെയ്യാനൊക്കെ നല്ലതാണ്. അത്യാവശ്യം ചെറിയ സാധനങ്ങൾ വെക്കാനായിട്ട് 2 ഡിസൈൻ. ഇത് ഇത്തിരി ചെറുതാണ്, ഇത് ഇത്തിരി കൂടെ വലുതാണ്. ഓക്കെ, 2 ഡിസൈൻസ്.